അങ്ങനെ അദ്ദേഹം അതിനുള്ള അധ്യായങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇമാം ബുഖാരിയുടെ അധ്യായങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കിതാബുകളിൽ ഒരു അധ്യായം കാണുന്നത് പോലെയല്ല. ഇമാം ബുഖാരിയുടെ അധ്യായങ്ങളും ആ അധ്യായത്തിന് താഴെ വരുന്ന ഹദീസുകളും തമ്മിലുള്ള വലിയ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ ചിലപ്പോൾ സാധാരണക്കാരനായ ഒരാൾക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. വലിയ ഇൽമിയായ ഫിഖ്ഹിയായ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഹദീസും അധ്യായവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കിതാബ് എടുത്തിട്ട് ബാബുൽ അദാനിൻ്റെ അധ്യായം, ബാങ്കിൻ്റെ അധ്യായം എന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെ കുറേ ഹദീസുകൾ വന്നിട്ട് നമുക്കത് വായിക്കാൻ എളുപ്പമാണ്. പക്ഷേ ബുഖാരി സംബന്ധിച്ചിടത്തോളം വളരെ ത്യാഗം അവിടെ വന്നിട്ടുണ്ട്. അതെന്താ? പല സ്ഥലങ്ങളിലെ ഹദീസുകൾ, എത്ര ഹദീസ് പരിശോധിക്കണം. ഒരു അധ്യായം കൊടുക്കുമ്പോൾ ആ അധ്യായവുമായി ബന്ധമുള്ള ഹദീസുകൾ ഏതൊക്കെയെന്ന് പരതണ്ടേ, അതൊക്കെ അന്വേഷിക്കണ്ടേ, അതൊക്കെ കണ്ടുപിടിക്കണ്ടേ, എന്നിട്ട് അത് ഇവിടെ എടുത്തു കൊടുക്കണം. അടുത്ത അധ്യായം കൊടുക്കുമ്പോഴോ ആ അധ്യായവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഏതൊക്കെ കണ്ടുപിടിക്കണ്ടേ, അധ്വാനിക്കണ്ടേ. ഞാൻ പറഞ്ഞല്ലോ, അധ്യായം വായിക്കുക, ഹദീസ് വായിക്കുക നമുക്ക് എളുപ്പമാണ്. പക്ഷെ ഈ അധ്യായത്തിന് താഴെ ഈ ഹദീസുകൾ എങ്ങനെ വന്നു, എത്രത്തോളം അദ്ദേഹം പണിയെടുത്തു എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ അദ്ദേഹം ആ ഗ്രന്ഥത്തിന്റെ രചന പൂർത്തിയാക്കി. അദ്ദേഹം പറയാണ്, ഈ ഗ്രന്ഥത്തിലെ ഹദീസുകൾക്ക് ഞാൻ അധ്യായം കൊടുക്കാൻ തുടങ്ങിയത് മിൻ ബൈന ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ മിംബരിഹി വകാന യുസല്ലി ലികുല്ലി തർജുമ. ഇമാം ബുഖാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെയും മിമ്പറിന്റെയും അതായത് റൗളയുടെ ഭാഗത്തിരുന്നു കൊണ്ടാണ് ബുഖാരിയുടെ ഹദീസുകൾക്ക് അദ്ദേഹം അധ്യായം കൊടുത്തത്. ആ ഓരോ അധ്യായങ്ങളും കൊടുക്കുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് പ്രത്യേകമായി അദ്ദേഹം നമസ്കരിക്കാറുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്.